നമസ്കാരം. മണിക്കൂറുകൾക്കകം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ അവസരത്തിൽ എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ ചിന്താഗതി, എന്താണ് ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്നറിയാനുള്ള ചെറിയ ശ്രമമാണ് തത്തുമയുടെ പ്രീ പോൾ സർവേ പുറത്തുവിടുകയാണ്. സനോജി, നമ്മൾ ഈ പ്രീ പോൾ സർവേ പുറത്തുവിടുമ്പോൾ 4 സംസ്ഥാനങ്ങളാണ്, ഒപ്പം പോണ്ടിച്ചേരിയുടെയും ഫലം പ്രീ പോൾ സർവേ ഫലം പുറത്തുവിടുകയാണ്. എന്തൊക്കെയാണ് കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ? അല്ല, കേരളത്തിൽ നമ്മൾ ഇതുവരെ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം മുഴങ്ങിക്കേട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, വികസനം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം കാര്യം. ഇന്ന് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് മറ്റന്നാൾ ജനങ്ങളെത്തുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം നോക്കാൻ പോകുന്നത് തങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഈ ഒരു ജനപ്രതിനിധിയെ കൊണ്ട് കിട്ടുക, അവർക്കാകണം എൻ്റെ വോട്ട് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഓരോ വോട്ടർമാരും പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. പാർട്ടിയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാലമൊക്കെ കഴിഞ്ഞു. ഈ പാർട്ടിക്ക് വിധേയമായി വോട്ട് ചെയ്യുന്ന ഒരു കാലം, അത് ഒരു ഭൂതകാലമാണെന്ന് ഇനി നമുക്ക് പറയേണ്ടി വരും. ഇപ്പോഴത്തെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ജെൻസി തലമുറ അടക്കം ഇപ്പോൾ ചിന്തിക്കുന്നത് തങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ജനപ്രതിനിധിയെ കൊണ്ട് ഉപകാരമുണ്ടാകും, ഇത് ഒരു കൃത്യമായി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയും അവർ ദൈനംദിനം കടന്നു പോകുന്ന അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അവർ കേൾക്കുന്ന വാർത്തകൾ, ഇതിലൊക്കെ എങ്ങനെ അതിലുള്ള അവരുടെ ഒരു രാഷ്ട്രീയ സമീപനം കൂടി തെളിഞ്ഞ് നിൽക്കുന്നതാകും ഈ പ്രാവശ്യത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ എന്നുള്ളതാണ് പൊതുവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിൽ ഈ പ്രാവശ്യം പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തുക. അവരുടെ ഈ പറഞ്ഞതുപോലെ അവരുടെ മനസ്സിലിരിപ്പ് വോട്ടായി മാറുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്നാണ് നമ്മുടെ ഒരു പ്രാഥമികമായ ഒരു നിഗമനം നമ്മുടെ ഒരു സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കുമാർ, അതായത് നമ്മൾ കഴിഞ്ഞ വർഷം 2025 2 പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കണ്ടിരുന്നു. അത് ഒന്ന് ദില്ലിയിലെ തെരഞ്ഞെടുപ്പാണ്, 2 ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ്. ഈ 2 തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അവിടെ ഭരണം നിലനിർത്താൻ കഴിയുമോ? ദില്ലിയിൽ വർഷങ്ങൾക്ക് ശേഷം BJPക്ക് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമോ? ഇങ്ങനെ BJPയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചർച്ചകളാണ് ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉയർന്നു കേട്ടത്. നമ്മളിപ്പോൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് എടുത്താലും ഹരിയാന തെരഞ്ഞെടുപ്പ് എടുത്താലും ഇവിടങ്ങളിലെല്ലാം, ഇപ്പോൾ രാജസ്ഥാൻ, മധ്യപ്രദേശ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ എടുത്താലും BJP അവിടെ ഒരു വലിയ ചർച്ചാ വിഷയമാകാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കേരളം, തമിഴ്നാട്, അസം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിൽ നമ്മുടെ അസമിൽ മാത്രമാണ് BJP അധികാരത്തിലുള്ളത്. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശം എന്ന നിലയിൽ പുതുച്ചേരിയിലും NDA ഭരണമുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഈ ഒരു സംസ്ഥാനങ്ങൾ നിലനിർത്തുകയും മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ BJP സേഫാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് അങ്ങനെയല്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കേരളം, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എന്താകും ഫലം? ഇതൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. ഹരി, ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലെ നമ്മുടെ സർവേ ഫലം പുറത്തുവിട്ടാൽ എങ്ങനെയായിരിക്കും കേരളത്തിൻ്റെ പ്രീ പോൾ സർവേ ഫലം? തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം സനോജി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലൊരു സർവേ ഫലം പുറത്തുവിടൽ, കേരളത്തിലൊരു മാറിയ സാഹചര്യത്തിൽ സർവേ ഫലം പുറത്തുവിട്ടാൽ നമ്മുടെ സർവേയും മറ്റ് പല സർവേകളുമായിട്ടുള്ള ചെറിയ ഒരു സാമ്യമുണ്ട്. ഇടതുപക്ഷത്തിനൊരു ഭരണ തുടർച്ച ഉണ്ടാകാനുള്ളൊരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു 65 മുതൽ 71 സീറ്റ് വരെ ഇടതുപക്ഷത്തിന് നേടാനുള്ളൊരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇനി UDFൻ്റെ ഒരു കാര്യമെടുത്താൽ 51 മുതൽ 63 വരെയാണ് UDFൻ്റെ ഒരു ഫലം പ്രവചിക്കുന്നത്. എന്നാൽ NDA 2 അക്കം കടക്കും എന്ന് തന്നെയാണ് പല ഇടങ്ങളിലും സർവേ. 9 മുതൽ 14 വരെ നമുക്ക് NDAക്ക് സീറ്റ് പ്രവചിക്കാവുന്നതാണ്. അത്തരത്തിൽ ഒരു സർവേയാണ് ഇപ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത്. ആൾക്കാരോട് പൊതുവിൽ നമ്മൾ സംസാരിക്കാൻ പല ജില്ലകളിലായിട്ട് നമ്മളുടെ ടീം തത്തുമയുടെ പ്രതിനിധികൾ ഇറങ്ങി സംസാരിച്ചതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഒരു ഫലമാണ്. അതായത് നമ്മുടെ ഒരു പ്രീ പോൾ സർവേ ആണിത്. എക്സിറ്റ് പോൾ വന്നു കഴിയുമ്പോഴത്തേക്കും പോളിന് ശേഷം ഉള്ള സർവേയിൽ കുറച്ചും കൂടെ കൂടുതൽ വ്യക്തത വരും. എന്തായാലും ഏറെക്കുറെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചിട്ട് ഈ രീതിയിലാണ് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സർവേയിലൂടെ കാണുന്നത്. അതായത് 65 മുതൽ 77 വരെ സീറ്റ് LDFന് ലഭിക്കും, UDFന് 51 മുതൽ 63 സീറ്റ് വരെ, NDAക്ക് പറഞ്ഞതുപോലെ 2 ഡിജിറ്റ് കടക്കുന്ന എല്ലാ കോണുകളിൽ നിന്നും പറയുന്നുണ്ട്. ഇത് NDAയിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്, പുറത്ത് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്, മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 9 മുതൽ 14 സീറ്റുകളിലേക്ക് NDA എത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കുകൾ നമുക്ക് ലഭ്യമാകുന്നത്.
എന്തായാലും ഇതൊരു നല്ല റിസൾട്ടാണ് അല്ലേ കുമാറെ? അല്ല, ഇത് വരികൾക്കിടയിലൂടെ വായിച്ചാൽ മറ്റൊരു സാധ്യതയും കൂടി ഉണ്ട്. തൂക്ക് സഭ ഇപ്പം 65 എന്നാണെങ്കിൽ കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. 71 മണ്ഡലങ്ങൾ കേവല ഭൂരിപക്ഷത്തിന് വേണം. 65-51 എന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ അതൊരു തൂക്ക് സഭയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രീപോൾ സർവേ ഫലം. കുമാർജി, തൂക്ക് സഭയിലേക്ക് പോവുകയാണെങ്കിൽ NDAയുടെ ഈ സീറ്റ് വളരെ നിർണായകമായ ഒരു ഘടകം തന്നെ ആയിരിക്കുമല്ലോ. അടുത്ത ഒരു മുഖ്യമന്ത്രിയെ ആര് വേണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ പോലും NDAയുടെ ഒരു ശബ്ദം വളരെ ഒരു പ്രസക്തമായൊരു സാഹചര്യത്തിലേക്കല്ലേ അപ്പോൾ മാറുക? അല്ല, ഈ തൂക്ക് സഭ വന്നു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന രീതിയിലേക്കൊന്നും മാറണമെന്നില്ല. ഒറ്റ കക്ഷി വിളിക്കാം. അല്ല, പുറത്തു നിന്നുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ അതിനെ എതിർക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുമായിരിക്കും. പക്ഷേ NDA ഒരിക്കലും കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ NDAയുടെ വരവില്ലാതെ തന്നെ മറ്റൊരു കാര്യം അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അതായത് UDFിലെ ഘടകകക്ഷികൾ കോൺഗ്രസിനെ വിട്ടു പോവുക എന്നത് സംഭവിച്ചാൽ അവിടെ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ 10 വർഷമായി മുസ്ലിം ലീഗ് അധികാരത്തിന് പുറത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള അസംതൃപ്തരായ രാഷ്ട്രീയ പാർട്ടികൾ UDFിനകത്തുണ്ട്. തൂക്ക് സഭ വരികയാണ് എങ്കിൽ ഏതാണ്ട് ഭൂരിപക്ഷത്തിനോട് അടുത്ത് LDF നിൽക്കുകയാണെങ്കിൽ LDFിന്റെ ഒരു വികാസം അവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ UDFിന്റെ ഒരു തകർച്ച ഉണ്ടാകുന്നു. UDFിലെ ദയനീയമായ തകർച്ച. മുസ്ലിം ലീഗ് അടക്കമുള്ളവർ, മുസ്ലിം ലീഗിന് എന്തായാലും സാമാന്യം ഭേദപ്പെട്ട ഒരു സീറ്റ് നില റിസൾട്ട് ഉണ്ടാകും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് എന്ന ഒരൊറ്റ കക്ഷി അടർത്തിയെടുക്കുന്നതിലൂടെ CPMന് അല്ലെങ്കിൽ LDFിന് കേവല ഭൂരിപക്ഷം കടക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ നിയമസഭയിൽ ഇത്തരം രണ്ടക്കത്തിൽ ഒരു BJP ടീം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാക്കും. ഇതുവരെ നിയമസഭയിൽ അങ്ങനെ ഒരു വികസന ചർച്ചയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ട് പോയപ്പോൾ അതെവിടെ തിരിച്ചു വെച്ചിട്ട് മതി സഭ എന്ന് പറയാൻ അവിടെ ഒരാളുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു 2 അക്ക സംഖ്യയിൽ BJP MLA മാർ വന്നാൽ ഇപ്പോൾ നമ്മൾ കാശ്മീരിലെ പോലും നിയമസഭ നോക്കിയാൽ അറിയാം, അവിടെ കൃത്യമായ ഒരു പ്രതിപക്ഷ ശക്തിയായി BJP മാറിയിട്ടുണ്ട്. ആ നിലയിലേക്ക് നമ്മുടെ കേരള നിയമസഭ മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് ഒരു താൽക്കാലികമായ വിരാമം ഉണ്ടാകുമെന്നതാണ് ഇതുവഴി നമുക്ക് കിട്ടുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ 2 ഭാഗത്തും ഇപ്പോൾ ഈ ആളെ കൂട്ടുക എന്ന് പറയും പോലെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂടെ കൂട്ടിയത് വെറുതെയായി എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അല്ല, ഈ നമ്മൾ പറയുമല്ലോ, ചിലത് നമുക്ക് ചവച്ചരച്ച് തിന്നാനും പറ്റില്ല, തുപ്പാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ ഇത്തരത്തിലുള്ള സംഘടനകളുടെ കാര്യം. ഇപ്പോൾ ഇവർക്ക് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല, ഇതിനെ അങ്ങ് പുറന്തള്ളാനും പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്തായാലും NDA ആദ്യമായി എന്തായാലും നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരുമായി ഒരു തരത്തിലുള്ള കക്ഷി ചേരലിനും NDA ഇല്ല എന്നുള്ളൊരു നയം കൃത്യമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ചാഞ്ചാട്ടത്തിലാണ് ഈ പറയുന്ന LDFും UDFും. കൊള്ളുമോ എന്ന് ചോദിച്ചാൽ കൊള്ളില്ല, പക്ഷേ തള്ളുമോ എന്ന് ചോദിച്ചാൽ തള്ളത്തുമില്ല. ആ ഒരു അവസ്ഥയിൽ എന്നുവെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം ഏത് ഭാഗത്തേക്ക് പോകും എന്നുള്ള ഒരു രീതിക്ക് നിൽക്കുകയാണ് കാര്യങ്ങൾ. ഇപ്പോൾ കേരളം കഴിഞ്ഞാൽ പിന്നെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം അസമാണ്. നമുക്കറിയാം, അവിടുത്തെ സിറ്റിംഗ് അവിടെ നിലവിലുള്ളത് BJP ഭരണമാണ്. അപ്പോൾ ആ ഭരണം നിലനിർത്തുമോ എന്നുള്ളതാണ് സർവേ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. എന്താണ് കുമാർ അത് നമുക്ക് പറയാനുള്ളത്? അസമിൽ നമുക്കറിയാം BJP ഭരണകൂടമാണുള്ളത്. BJP 2016 ആദ്യമായി അസമിൽ അധികാരത്തിൽ വരുന്നത്. 2016 ശേഷം 2021 അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2021 അവിടെ BJP തുടർഭരണം നേടുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ, കോൺഗ്രസ്സുകാരനായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ BJPയിലെത്തുന്നു. BJPയുടെ ഒരു സ്റ്റാർ മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ വീണ്ടും തുടർഭരണം നേടി അവിടെ സർക്കാർ ഉണ്ടാക്കുന്നു. 2021 സർക്കാർ ഉണ്ടാക്കുന്നു. ഈ ഒരു ഘട്ടത്തിലും BJPക്ക് ഭീഷണിയായി ആർക്കും എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് അവിടെ ചില ഓപ്പറേഷനൊക്കെ നടത്തി നോക്കി. രാഹുൽ ഗാന്ധി നിരവധി തവണ ഈ അടുത്ത കാലത്ത് അസം സന്ദർശിച്ചു. അവിടെ ഗൗരവ് ഗൊഗോയ്, തരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയ് യുവ സാന്നിധ്യം എന്ന നിലയിൽ, യുവ നേതൃത്വം എന്ന നിലയിൽ ഗൗരവ് ഗൊഗോയിനെ ഇറക്കുന്നു. പക്ഷേ അവിടെ കോൺഗ്രസിനെ ക്ലച്ച് പിടിക്കാൻ സാധിക്കുന്നില്ല. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ ദുർബലമാണ്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം, മുൻ കോൺഗ്രസ് അധ്യക്ഷൻ അടക്കം BJPയിലേക്ക് വരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ദിവസങ്ങളിൽ പോലും കോൺഗ്രസിൽ നിന്നും BJPയിലേക്കുള്ള ഒഴുക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് അവിടെ ഭീഷണിയില്ല.
78 മുതൽ 90 സീറ്റുകൾ വരെ NDA നേടുമെന്നുള്ളതാണ്. 166 അംഗ അസംബ്ലിയാണ്. ഭരണമുണ്ടാകും. അതെ, 126 അംഗ അസംബ്ലിയാണ് അവിടെ ഉള്ളത്. 64 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 78 മുതൽ 90 സീറ്റുകളാണ് നമ്മുടെ സർവേയിൽ അസമിൽ NDAക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി 30 മുതൽ 40 സീറ്റുകൾ വരെ നേടും. അവിടുത്തെ പ്രാദേശിക കക്ഷിയായ AIUDF 1 മുതൽ 4 സീറ്റുകൾ വരെ നേടുന്നുണ്ട്. മറ്റുള്ളവർക്ക് 0 മുതൽ 2 സീറ്റുകൾ വരെ ലഭിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ അസം കഴിഞ്ഞാൽ അടുത്ത് ഒരു നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് നമുക്കറിയാം. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രവചനാതീതമാണ്. എല്ലാ കാലത്തും ഒരിക്കലും രാഷ്ട്രീയ പ്രവാചകന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഈ ഇത്തരത്തിലുള്ള നിരീക്ഷകന്മാർക്ക് പോലും പിടിയൊടുക്കാത്തൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഇനിയും തമിഴ്നാടിനെ ഒരുപാട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ NDA മറ്റു സ്ഥലങ്ങളിലൊക്കെ വേരോട്ടം നടത്തിയപ്പോഴും തമിഴ്നാട് അവർക്ക് മുന്നിൽ വീണ്ടും ഒരു കീറാമുട്ടിയായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു റിസൾട്ട് വരുമ്പോൾ എങ്ങനെയാണ്? തമിഴ്നാട്ടിൽ പൊതുവെ നമുക്ക് ഇപ്പോൾ DMKക്ക് തന്നെയാണ് തമിഴ്നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻതൂക്കം ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. 234 നിയമസഭാ സീറ്റുകളാണ് അവിടെ ഉള്ളത്. അതെ അതെ, DMK 110 മുതൽ 130 വരെ നേടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ്. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് ആവശ്യം. അതെ അതെ, 130 അവരൊരു അധികാരത്തിൽ തന്നെ എത്തും എന്ന നിലയിൽ തന്നെയാണ്. അതോടൊപ്പം NDA അവിടെ 65 മുതൽ 79 വരെ സീറ്റ് തമിഴ്നാട്ടിൽ നേടുകയാണ്. അതൊരു നല്ലൊരു പ്രതിപക്ഷമായിട്ട് മാറും. നേരത്തെ പ്രതിപക്ഷത്തിന് അത്ര ശബ്ദമൊന്നുമില്ലാത്ത ഒരു ഇടമായിരുന്നു തമിഴ്നാട് എങ്കിൽ ഇപ്പോൾ ആ ഒരു ശബ്ദം കേൾപ്പിക്കുവാനായിട്ട് വളരെ കൃത്യമായ രീതിയിൽ എതിർക്കേണ്ട കാര്യങ്ങളെ എതിർക്കുവാൻ കണക്കിനുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അതോടൊപ്പം തന്നെ AIADMKയുടെ ഒക്കെ ശക്തി വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. BJPയോടൊപ്പം ചേർന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു വർധനവ് അവിടെ അവർക്ക് സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തമിഴക രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പ് വിജയുടെ പാർട്ടി അല്ലേ? അതെ 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 അതെ, TVK എൻട്രിയാണ്. അതെ, TVKയുടെ എൻട്രിയാണ്. 35 മുതൽ 45 സീറ്റ് വരെയാണ് TVK നേടും എന്ന് പറയുന്നത്. TVK നേരത്തെ ഈ ഇലക്ഷൻ്റെ ഒക്കെ തുടക്കത്തിൽ, അതായത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ TVK മുഖ്യ പ്രതിപക്ഷമാകുമോ എന്ന് പോലും ചർച്ചയിൽ വന്നതാണ്. പക്ഷേ അതിനുശേഷം അവരുടെ ഒരു നിറം മങ്ങുകയുണ്ടായി. നമുക്കറിയാം അവിടുത്തെ ഒരു ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മരിച്ച സംഭവമൊക്കെ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. അതോടുകൂടി കുറച്ചധികം ഒരു പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പ്രധാനമായിട്ടും DMK ആണ് അതിന് ഉത്തരവാദി, DMK ആണ് അതിൻ്റെ പിന്നിലെ ആസൂത്രണം ചെയ്തതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് അവിടെ മനഃപൂർവ്വം തന്നെ അത്തരം ഒരു പ്രദേശത്തേക്ക് ഇവരുടെ സമ്മേളനം കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു. എന്നിട്ട് അതിനുശേഷം നമുക്ക് ആ പ്രദേശമൊക്കെ നിരീക്ഷിച്ച് അറിയാം, ഒരു അല്പം ആൾക്കാർ തിങ്ങി നിറഞ്ഞാൽ പോലും അത് ഒരു ഓവർ ക്രൗഡഡായി മാറുകയും അവിടെ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ട് പോലും DMK അത്തരം ഒരു സ്ഥലം നിശ്ചയിച്ചു കൊടുത്തു എന്നുള്ളതാണ് TVKക്ക്. പക്ഷേ അതിനോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ രാഷ്ട്രീയ കക്ഷിയാണ്. അവരുടേതായ ഒരു പാളിച്ചകളുണ്ട്. വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ്ക്ക് വലിയ സ്റ്റാർഡം എന്നതിലുപരി വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കണക്ഷൻസ്, രാഷ്ട്രീയം, ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യമൊന്നും സിനിമാ ഡയലോഗുകൾക്ക് അപ്പുറം എന്താണ് ജനത എന്നതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും വിജയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഈ 35 മുതൽ 45 സീറ്റ് വരെ അവർ നേടുന്നു എങ്കിൽ പോലും അതൊരു നല്ല ഒരു സംഖ്യയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ TVKക്ക് ഈ കണക്കുകൾ നൽകുന്ന സൂചന അനുസരിച്ച് ഒരു ഡിസ്ട്രോയർ എഫക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം നമുക്കറിയാം DMKയുടെ ഒരു ഭരണം മാറി AIADMKയുടെ നേതൃത്വത്തിലുള്ള NDA അധികാരത്തിൽ വരുമെന്നാണ് നമ്മളെല്ലാം വിചാരിച്ചിരുന്നത്. പക്ഷേ 67 സീറ്റുകളാണ് കഴിഞ്ഞ തവണ AIADMKയ്ക്ക് ഉണ്ടായിരുന്നത്. 158 സീറ്റുകൾ കുറച്ച് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അല്ല, DMKക്ക് 158 സീറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് കുറയുന്നത് 130 110 കുറയുന്നത്. മാത്രമല്ല അത് പ്രതിപക്ഷത്തിന്റെ ഒരു മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. NDAയുടെ ഒരു മുന്നേറ്റത്തെ ഈ TVK തടസ്സപ്പെടുത്തുന്നുണ്ട്. അത് ഇവിടെയും തൂക്കുമന്ത്രിസഭയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. 110 എന്ന നമ്പറാണ് DMKക്ക് പറയുന്നത്. പക്ഷേ കുമാർജിയിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ DMK, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വിലയിരുത്തലിന് DMKയുടെ വോട്ട് ഷെയറിലേക്കാണ് പ്രധാനമായും TVK കടന്നു കയറുന്നത് എന്നുള്ളതാണ്. നിലവിൽ സീറ്റുകളുടെ എണ്ണം കുറയുന്നുണ്ട്. പക്ഷേ ഒരു മുന്നേറ്റം തടയിടാൻ TVKക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് 67 സീറ്റുകളുള്ള NDA ഏതാണ്ട് 79 സീറ്റുകൾ വരെ എത്തുന്നുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ LDFനെ
താഴേക്ക് വലിക്കാൻ UDF സാധിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? BJP മറുശക്തിയായിട്ട് എല്ലാ മണ്ഡലങ്ങളിലും ശക്തി ആർജിക്കുന്നത് കൊണ്ടാണ്. പരമാവധി 65 സീറ്റിന് താഴേക്ക് LDF എത്തിക്കാൻ UDF സാധിക്കുന്നില്ല. അതവിടെ BJP എന്നുള്ള മൂന്നാം കക്ഷി ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ എഫക്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് സീറ്റ് ഉയർത്താൻ NDAക്ക് സാധിക്കുന്നില്ല. പരമാവധി 79 വരെ ഉയർത്താൻ സാധിക്കുന്നുള്ളൂ. അത് TVK എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ 158 നിന്നും 130 വന്നാൽ പോലും DMK സേഫ് ആണ്. ആന്റി ഇൻകംബൻസി ഫാക്ടർ അവിടെ സ്പ്ലിറ്റ് ആയി പോകും. അതെ, സ്പ്ലിറ്റ് ആയി പോവാണ്. അവിടെ എന്താണ് ഒരു DMK സേഫ് ആണ് എന്നുള്ള ഒരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് തന്നെ DMK അത് ബാധിക്കുന്നില്ല. സീറ്റുകൾ കുറയുന്നുണ്ടെങ്കിലും അധികാരത്തിൽ നിന്ന് പുറത്താകാൻ അത് ഇടയാക്കുന്നില്ല. പക്ഷെ നേരെ മറിച്ച് അധികാരത്തിലേക്ക് വരാൻ NDAക്ക് അവിടെ TVK ഒരു തടസ്സമായി മാറുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കുമാറെ, അടുത്ത് നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കുന്ന 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ്. ഒന്ന് കേരളം കഴിഞ്ഞാൽ അതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേദിയാകാൻ പോകുന്ന മറ്റൊരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു സർവേ ഫലം എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് ആകാംക്ഷയോടെ ഉറ്റുനോക്കേണ്ടത്. അവിടെ ഈ പറഞ്ഞതുപോലെ മമതയുടെ നേതൃത്വത്തിലുള്ള TMC ഭരണ തുടർച്ച ഉണ്ടാകുമോ, അതോ അട്ടിമറി വിജയം നേടിക്കൊണ്ട് NDA ഭരണത്തിലേക്ക്, BJP ഭരണത്തിലേക്ക് വരുമോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് അതിന് ഉത്തരം? എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന് തോന്നുന്നു ഒരു ത്രില്ലിംഗ് മത്സരം നടക്കുന്നത്, ഒരു ഫോട്ടോ ഫിനിഷ് നടക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. പക്ഷേ നേരിയ മുൻതൂക്കം BJPക്കാണ്. 134 മുതൽ 154 സീറ്റുകൾ വരെയാണ് BJPക്ക് ഈ സർവേ പ്രവചിക്കുന്നത്. അതായത് മമതയുടെ ആ ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനം അവിടെ മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതെ, 221 സീറ്റുകളാണ് മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നത്. അത് 133 കുറയുന്നു എന്നുള്ളതാണ്. 133 മുതൽ 153 വരെ എന്നുള്ളതാണ്. 134 മുതൽ 154 വരെ എന്ന് പറഞ്ഞാൽ BJPക്കോ TMCക്കോ ഭരണം കിട്ടാനുള്ള സാധ്യത. മമതയുടെ വോട്ട് ബാങ്കിലുള്ള പലരും ബംഗ്ലാദേശിലോട്ട് പോയോ? അത് SIR അതാണല്ലോ, SIR അവിടെ വരുത്തി വെച്ച എന്താണ് വലിയ ആഘാതം. അത് അല്ല, ജനങ്ങൾക്ക് അവർക്ക് മടുത്തിട്ടാണ്, ജനങ്ങളുടെ ആ ഒരു മടുപ്പാണ് ഇത്രയും വർഷത്തേക്കുള്ള, അല്ലേ? അതെ, ജനാധിപത്യത്തെ ഹർട്ട് ചെയ്യുന്നു. ബംഗ്ലാദേശിലും കൂടി ഒരു അല്ല, ഇത് കൊടുക്കണം എന്ന് രാഹുൽ ഗാന്ധി പറയൂ. അതെ, ഇത് സ്വാഭാവികമാണ്. കാരണം 15 കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ ഉണ്ടാകാവുന്ന സ്വാഭാവിക ഭരണവിരുദ്ധ വികാരമാണ്. പക്ഷേ അവിടെ അത്രമാത്രം തകർന്നടിയുന്നില്ല. CPIM ഒക്കെ അധികാരത്തിൽ നിന്ന് പുറത്തായപ്പോൾ അറിയാമല്ലോ, അവരെ മൊത്തമായിട്ടും വാഷ് ഔട്ടായി പോവുകയാണ് ചെയ്തത്. പക്ഷേ പിടിച്ചു നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ അധികാരത്തിൽ വരാം, തലനാരിഴയ്ക്ക് അധികാരം നഷ്ടപ്പെടാം. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. അങ്ങനെ നഷ്ടപ്പെട്ടാൽ BJP അവിടെ അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ്. 134 മുതൽ 154 വരെ BJP, 133 മുതൽ 153 വരെ തൃണമൂൽ കോൺഗ്രസ്. മറ്റുള്ളവർക്ക് 2 മുതൽ 10 സീറ്റുകൾ വരെ കിട്ടിയേക്കാം. കാരണം CPM-ഉം കോൺഗ്രസും ഒക്കെ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് 2 മുതൽ 10 സീറ്റ് വരെ എന്നുള്ളതാണ്. ഒരു തരി ഇനി അവിടെയും പൊലിക്കുമോ എന്നുള്ളതാണ്. അതെ, കനൽ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മമതയുടെ ഈ ഒരു മുന്നേറ്റത്തിന് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റത്തിന് തിരിച്ചടി എന്നല്ല, അതിനോടൊപ്പം BJPക്ക് അവിടെ അധികാരത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഹരി, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഭാരതം മുഴുവൻ ഉറ്റുനോക്കുന്ന 2 സംസ്ഥാനങ്ങളാണ് കേരളവും ഈ പറഞ്ഞതുപോലെ വെസ്റ്റ് ബംഗാൾ. കാര്യം രണ്ടിടത്തെയും ഈ അപ്രമാദിത്വങ്ങൾ അവസാനിപ്പിക്കുകയാണ്. രണ്ടിടത്തും BJP ശക്തമായ മുന്നണിയായി കടന്നു വരികയാണ്, മുന്നോട്ട് വരികയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ പരിവർത്തനങ്ങളാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് ഒരുപക്ഷെ ഇനി ഭാവിയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ. ഒരിക്കൽ ഈ TMCക്ക് ഇനി പിടിവിട്ടു പോയാൽ തിരിച്ചുവരവ് വലിയ പ്രയാസമാണല്ലേ, ഇനി ഉണ്ടാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിൽ TMC അധികാരത്തിൽ വന്നാൽ, തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നമ്മളെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് എല്ലാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ. അതിക്രൂരമായ അക്രമ പ്രവർത്തനങ്ങൾ, ലഹള, മറ്റു പാർട്ടിക്കാരുടെ വീടുകൾ കൊള്ളയടിക്കുക, അവരെ കഴുത്തറുത്ത് കൊല്ലുക, ചുട്ടുകൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള അതിഭയാനകമായ അക്രമ സംഭവങ്ങൾ പശ്ചിമ ബംഗാളിൽ അരങ്ങേറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ TMCക്ക് ഒരു വലിയ ഭീഷണിയായി BJP നിൽക്കുകയും TMC നേരിയ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരികയും ചെയ്താൽ ആ അക്രമ സംഭവം ആവർത്തിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ബംഗാളിലെ രാഷ്ട്രീയം അത്രമാത്രം ഓരോ തെരഞ്ഞെടുപ്പും അക്രമത്തിൽ അധിഷ്ഠിതമായ തെരഞ്ഞെടുപ്പാണ്. ഇനിയിപ്പോൾ ശേഷിക്കുന്നത് പുതുച്ചേരിയാണ് അല്ലേ? 33 സീറ്റുകളുള്ള പുതുച്ചേരിയിലാണ് ശേഷിക്കുന്നത്. എങ്ങനെയാണ് ഹരി പുതുച്ചേരിയുടെ ഒരു സ്വഭാവം? പുതുച്ചേരിയുടെ ഒരു രാഷ്ട്രീയ ചിത്രം നമുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ NDA അവിടെ 18 മുതൽ 20 സീറ്റ് വരെ, നേരത്തെ കഴിഞ്ഞ ഇലക്ഷനിൽ NDAക്ക് 19 സീറ്റായിരുന്നു. ഇക്കുറിയും ഭരണ തുടർച്ച ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് ഈ പ്രൊജക്ഷൻ വന്നിരിക്കുന്നത്. ഇനി ഇന്ത്യ സഖ്യം 8 മുതൽ 10 സീറ്റ് വരെ കിട്ടും എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്. നേരത്തെ അത് 11 സീറ്റായിരുന്നു. അപ്പോൾ ഒരു സീറ്റിൻ്റെ ഒരു കുറവ്
പരമാവധി കിട്ടിയാൽ തന്നെ ഉണ്ടാകും എന്ന തരത്തിലാണ്. മറ്റ് ആൾക്കാർക്ക് 2 മുതൽ 3 കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ്. എന്തായാലും NDA സ്ഥിതി മെച്ചപ്പെടുത്തും എന്ന തരത്തിലാണ്. അതായത് 19 സീറ്റ് വരെ ആകാം എന്ന 20 സീറ്റ് വരെ ആകാം എന്ന് പറയുമ്പോൾ സ്ഥിതി മെച്ചപ്പെടുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ 19 സീറ്റിൽ നിന്ന് 20 സീറ്റിലേക്ക് പോകുമ്പോൾ അവിടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ കാണുന്നത്. മറിച്ച് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 11 സീറ്റിൽ നിന്ന് 10 സീറ്റ് വരെ ആകുന്നു എന്ന തരത്തിലേക്ക് പോകുമ്പോൾ ഒരു സീറ്റിൻ്റെ നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ഇന്ത്യ സഖ്യത്തിന് അവിടെ വലിയ ഒരു പിറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെ, ഒരു വളരെ കുറച്ച് സീറ്റുകൾ മാത്രമുള്ള ഇടത്തുനിന്ന് ഒരു സീറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പുറകിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. 17 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. മൊത്തത്തിൽ ഇപ്പോൾ 4 സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെയും ഫലം നമ്മൾ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം മാത്രമുണ്ടായിരുന്ന BJP ഈ കണക്കുകൾ പ്രകാരം മറ്റൊരു സംസ്ഥാനം കൂടി നേടുകയാണ്. അതും നിർണായകമായ പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനം കൂടി നേടുകയാണ്. അത് നേടുകയാണെങ്കിൽ ചരിത്രപരമായ വിജയമായിരിക്കും. ആദ്യമായിട്ടാണ് പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ വരുന്നത്. ഒരു സംസ്ഥാനം എന്നുള്ളത് BJP 2 സംസ്ഥാനമാക്കി മാറ്റുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും നിർണായകമായ മുന്നേറ്റമുണ്ടാക്കുന്നു. പുതുച്ചേരിയിൽ ഭരണം തുടരുന്നു. ഇതാണ് തത്വമയി പ്രീ പോൾ സർവേ 2026 ഉള്ളടക്കം. നമസ്കാരം.